ഇന്നൊരു കുഞ്ഞു ഊണിൻ്റെ വിശേഷമായിട്ടാണ്. ട്രൈപോഡ് ഇല്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ. വീഡിയോ ഷേക്ക് ആവുന്നുണ്ട്. ഫോൺ കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് കോളിഫ്ലവർ വെച്ചിട്ട് ഒരു ചെറിയ കറി ഉണ്ടാക്കാം. വളരെ സിമ്പിളായിട്ട് ഒരു കറി കേട്ടോ. ഞാനങ്ങനെ കുക്കല്ല, പക്ഷെ ഞാൻ എൻ്റെ വീട്ടിലെ മാസ്റ്റർ ഷെഫാണ് ഗൈസ്. ചോറ് തിളച്ചു. കറിക്കുള്ള തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. കോളിഫ്ലവർ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് വേകുമ്പോഴേക്കും ടെറസിൽ പോയി കറിവേപ്പില പറിച്ചിട്ട് വരാം. നല്ല കാറ്റുണ്ട് കേട്ടോ. ചോറും എന്ത് പായസമായി എന്തോ ഗൈസ്. കറക്റ്റ് വേവാണ്. വാർക്കാം. ചെറിയൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കറിയിലേക്കുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ചെറിയ വെളുത്തുള്ളി, 2 തണ്ട് കറിവേപ്പില, കുറച്ച് തേങ്ങ ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായി വറുത്തെടുക്കാം. ഞാൻ എണ്ണ വളരെ കുറച്ചേ യൂസ് ചെയ്യുള്ളൂ കേട്ടോ. അതെന്താണ് ഇങ്ങനെ കരിച്ചെടുക്കുന്നതെന്ന് തോന്നരുത്. ഇത് നിങ്ങളുടെ വീട്ടിൽ എന്താ കറിയെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ. തേങ്ങ ഇട്ടിട്ട് ഒരുപാട് ബ്രൗണിഷ് ആവണ്ട, ചെറുതായിട്ടൊന്ന് വറുത്ത് വന്നാൽ മതി. ശേഷം നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇടാം. അതൊന്ന് ചൂടായി വരുമ്പോൾ ഇത്തിരി പെരുംജീരകം, ഇത്തിരി കുരുമുളക്. ഇതിന് മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ആ ചട്ടി തന്നെ വെച്ചിട്ട് അതിലേക്ക് ആദ്യം നുറുക്കി വെച്ചിരുന്ന സവാള, പച്ചമുളക്, തക്കാളി എല്ലാം വണക്കിയെടുക്കാം. ഉള്ളി വേഗം വഴന്ന് കിട്ടാൻ കുറച്ച് ഉപ്പ് ചേർക്കാം. ഇത് നന്നായി വഴന്ന് വരുമ്പോൾ കുക്കറിലോട്ട് കോളിഫ്ലവർ മാറ്റിയിട്ട് ഉള്ളിയും തക്കാളി ഇട്ടതും നമ്മൾ അരച്ച് വെച്ച മിക്സും കൂടി ചേർത്തിട്ട് കുറച്ച് ഉപ്പിട്ട് ഒരു വിസിൽ മതി. കറി റെഡിയായി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഊണിന് കോളിഫ്ലവർ ചില്ലി, കോളിഫ്ലവർ കറി. നിങ്ങൾക്ക് ഇപ്പോൾ തോന്നാം കോളിഫ്ലവർ അച്ചാറില്ലേന്ന്. കോളിഫ്ലവർ അച്ചാറില്ല ഗൈസ്, പകരം കണ്ണിമാങ്ങ അച്ചാറാണുള്ളത്. പാവക്ക മെഴുക്കുവരട്ടി, കോളിഫ്ലവർ ചില്ലി, കണ്ണിമാങ്ങ അച്ചാർ, കോളിഫ്ലവർ കറി. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ എല്ലാവരും ഊണ് കഴിച്ചോ, ഇല്ലെങ്കിൽ വായോ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റ ബൈ ബൈ, സി യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.